ഹലോ സ്റ്റുഡൻസ്, നമ്മൾ HCF LCM എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോണത്. വരാൻ പോണ RRB NTPC എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ഈ ക്ലാസ് അറൗണ്ട് 8 to 10 വീഡിയോസ് ഉണ്ടാവും നമുക്ക് HCF-ഉം LCM-ന്റെ ബേസിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ലോവർ ലെവൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് എക്സാം ലെവലിലും അതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. കാരണം നമുക്ക് ആ ഒരു ലെവലിൽ സ്കെയിൽ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ നല്ലതായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിന് എക്സാമിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. അറൗണ്ട് 150+ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു LCM അല്ലെങ്കിൽ LCM HCF ഈ ഒരു സെക്ഷനിൽ ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞതുപോലെ ഒരു അറൗണ്ട് 10 പാർട്സിലായിരിക്കും ഈ വീഡിയോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. ഇപ്പം നമ്മൾ നിലവിൽ വീഡിയോസ് കിട്ടണമെന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ, തേഴ്സ്ഡേ എന്നിട്ട് സാറ്റർഡേക്കാണ്. ഓക്കെ, ഇനി വരാൻ പോണ സമയത്ത് നമ്മൾ മോസ്റ്റ്ലി എല്ലാം ഡേയ്സും ഇടാനുള്ള പ്ലാൻ ഉണ്ട്. സോ ദാറ്റ് നിങ്ങളുടെ സിലബസ് പെട്ടെന്ന് കവർ ആവാൻ വേണ്ടി. അപ്പോൾ യൂട്യൂബിൽ എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ യു ഡോണ്ട് ഹാവ് ടു വറി. പിന്നെ ഈ ക്ലാസ് നോട്ട്സ്, ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാം എന്താണ്, നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നോട്ട്സ് ആയിട്ട് അത് പ്രൊവൈഡഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കണം, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തായാലും നോട്ട്സ് എല്ലാം എഴുതിയെടുക്കണം, അത് അത്യാവശ്യമാണ്. നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് വേണം ക്ലാസ് ഇരിക്കാൻ. ഇത് പ്രോപ്പർ ക്ലാസ് ആണ്, അല്ലാതെ മറ്റേ ജംപാങ്ക് ഇതുണ്ടല്ലോ, അതിനെ ചാടി കുതിച്ചുള്ള യൂട്യൂബ് ചാനലല്ല അല്ലേ. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർ നമ്മളൊരു ക്ലാസ് എടുക്കണത് നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ക്ലാസ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് എടുത്ത് പ്രൊവൈഡ് ചെയ്യണം. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിലിൽ പഠിക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഹാർട്ടഡ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ഇവിടെ ഇല്ല, എല്ലാം ഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ HCF LCM ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ HCF-ന്റെ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും LCM വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് നോക്കണത്, നമ്മൾ നോക്കണത് HCF ആണ്. ഓക്കെ, HCF-നെ നമ്മൾ രണ്ട് ആയിട്ട് പറയാം. എന്താണ് ഹയസ്റ്റ്, HCF-ന്റെ ഫുൾ ഫോം എന്താണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ GCD എന്ന് പറയും ഇതിനെ. HCF-ന് തന്നെ GCD എന്നും പറയും. GCD എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ വേർഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ എക്സാമിൽ സോൾവ് ചെയ്യാന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഫാക്ടേഴ്സ്, നമ്മളിവിടെ എന്താണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഇത് വേണ്ട, നമുക്കൊരു കളർ മാറ്റാം, അപ്പോഴേ നമുക്ക് എടുത്തറിയാമല്ലോ. ശരി, ഇവിടെ നമ്മൾ നോക്കണം എന്താണ്, ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നോക്ക്, ഹയസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യണ ഒരു സംഖ്യ, അതിനെ ഡിവൈസർ എന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിവൈഡ് ചെയ്യണത് ഇങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. ഇങ്ങനെ ഒരു ഡിവിഷൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ പറയുന്നത് 24, എന്നിട്ട് ഇവിടെ എന്താണ് 6. ഓക്കെ, ഇതിനെന്താണ് പറയുന്നത്, നമ്മൾ 6-നെ ഡിവൈസർ എന്ന് പറയും. ഇതിനെന്താണ് പറയും, ഡിവിഡൻഡ്. എന്നിട്ട് ഇവിടെ കിട്ടുന്ന റിസൾട്ടിന് എന്ത് പറയും, കോഷ്യന്റ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, രണ്ട് സംഖ്യ അല്ലെങ്കിൽ രണ്ടിന് അധികം സംഖ്യയിൽ കോമൺ ആയിട്ടുള്ള ഡിവൈസർ ഏതാണോ അതാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഡിവൈസറും ഫാക്ടറും ഒന്നാണ്. ഓക്കെ, ഫാക്ടർ തന്നെയാണ് ഇത്, ഡിവൈസർ തന്നെയാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് എന്താണ്, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയില്ല, വിഷമിക്കണ്ട, ഇതാ വരാൻ പോണതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിന്റെ രണ്ട് പേര് നമ്മൾ എക്സാമിൽ HCF കണ്ടെത്താൻ പറഞ്ഞാലും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടെത്താൻ പറഞ്ഞാലും രണ്ടും സെയിം സാധനം തന്നെയാണ്. അതിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല, സെയിം സാധനമാണ്, അത് അറിഞ്ഞിരിക്കുക, നോട്ട്സിൽ എഴുതി വെച്ചേക്കെ. ഓക്കെ, അടുത്ത് HCF ആൻഡ് LCM ആണ് നമ്മുടെ ടോപ്പിക്. ഇനി ആദ്യം ഞാൻ പറഞ്ഞ HCF ആണ് തുടങ്ങണം. HCF തുടങ്ങും, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് HCF LCM-ന്റെ ഡിഫറൻസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, HCF-ന്റെ LCM-ന്റെ ഡിഫറൻസ് അറിയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിളിൻ്റെ ത്രൂ നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. HCF എന്ന് പറഞ്ഞാൽ ഫാക്ടറാണ്, ഞാൻ പറഞ്ഞു. 12 എന്നുള്ള സംഖ്യയുടെ ഫാക്ടേഴ്സ്, 12 എന്നുള്ള സംഖ്യ ഫാക്ടേഴ്സ് എന്തൊക്കെ ആയിരിക്കാം, 12 എന്നുള്ള സംഖ്യയുടെ ഫാക്ടേഴ്സ് എന്തായിരിക്കാം, ഇവിടെ നമുക്ക് പറയാം 1 ഫാക്ടറാണ് തന്നെയല്ല. ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് പറഞ്ഞു പോകണം കേട്ടോ. ഇങ്ങനെ റിസ്പോൺസ് വേണ്ടേ, റിസ്പോൺസ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, ഒന്നുമില്ല. അപ്പോൾ റിസ്പോൺസ് നിങ്ങൾ ചെയ്യുക, മനസ്സിൽ പറയുക. ഞാൻ പറഞ്ഞാലും ഉറച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾക്ക് വട്ടായെന്ന് അല്ലേ, ഹെഡ്സെറ്റ് വെച്ചല്ലേ നിങ്ങൾ കേൾക്കണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ ഇത് പറയണം, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം. നമ്മൾ 12-ന്റെ ഫാക്ടർ 1 ആണോ, ആണ്. 2 ഉണ്ടാ, ആണ്. 3 ഉണ്ടാ, ആണ്. 4 ആണെങ്കിലോ ഉണ്ട്. 5 ആണെങ്കിലോ 5 ഉണ്ടാ,
ഇല്ല. 6 ഉണ്ട്. ഇനി 7 വരുമോ? ഇല്ല. 8 വരുമോ? ഇല്ല. 9 വരുമോ? ഇല്ല. 10 വരുമോ? ഇല്ല. 11 ഇല്ല. ലാസ്റ്റ് അടുത്ത ഫാക്ടർ എന്താണ് പറയുന്നത്? 12 ആണ്. അപ്പോൾ 12ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 1 2 3 4 6 എന്നിട്ട് 12 ഇറ്റ് സെൽഫ്. അതും സ്വന്തം ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ? അത് വെച്ച് ഡിവൈഡ് ചെയ്തൂടെ? നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ? 12 ഇങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ? 12 1 ടൈംസ് 12 0 0. ഇങ്ങനെയല്ല നമ്മൾ ഡിവൈഡ് ചെയ്യണത്. നമ്മൾ സ്പീഡ് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല ഡിവൈഡ് ചെയ്യണത്. നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ചെയ്യണത് നമ്മൾ അങ്ങനെയാണ് 12/12. അപ്പോൾ ഇതെന്താണ്? 1 ടൈംസ്. അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ? 1. അപ്പോൾ 12 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 12ന്റെ ഫാക്ടർ ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗിവൺ സംഖ്യയുടെ അതിന്റെ താഴെ വരുന്ന സാധനം അല്ലേ? ഇപ്പോൾ ഒരു ഗിവൺ സംഖ്യ വലുതാണെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന സാധനങ്ങളായിരിക്കും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതിന്റെ ചെറുതായിരിക്കും ഫാക്ടേഴ്സ് വരുന്നത് തന്നെയല്ല? ഓർമ്മിച്ച് വെക്കുക. ഫാക്ടേഴ്സ് എന്താണ്? ആ നമ്പർ അല്ലെങ്കിൽ അതിൽ നിന്നും താഴെയുള്ള നമ്പർ, ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? ഫാക്ടേഴ്സ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണെന്ന് നമ്മൾ ഇപ്പോൾ കുറച്ച് തരത്തിൽ പഠിക്കുക. അതിന് മുമ്പ് നമ്മൾ LCM കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ LCM എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ LCM എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഓക്കെ, നമുക്ക് ഇതിനെ തന്നെ കുറച്ച് ക്ലിയർ ആയിട്ട് നോക്കാം. ഇതിപ്പോൾ നമ്മൾ 12ന്റെ ഫാക്ടേഴ്സ് എടുത്ത്, ഇനി ഞാൻ 18ന്റെ ഫാക്ടർ പറയട്ടെ. 18ന്റെ ഫാക്ടേഴ്സ്. ഓക്കെ, 18ന്റെ ഫാക്ടർ പറയുമ്പോൾ നമുക്കറിയാം 18ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? 1 ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 ഇല്ലേ? ഉണ്ട്. 2 ഉണ്ടല്ലോ? ഉണ്ട്. 3 ഉണ്ടാ? ഉണ്ട്. 3 × 6 18 അല്ലേ? 4 ഉണ്ടാവുമോ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 18നെ? പറ്റൂല. അതുകൊണ്ട് 4 ഇല്ല. 5 ഉണ്ടാ? 5 ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ 6 ഉണ്ടാ? ഉണ്ട്. ഉറപ്പായിട്ടും 6 ഉണ്ട്. ഓക്കെ, ശരി. 7 എങ്ങനെ വരും? 7 18. 7 2 എത്രയാണ്? 14. 3 എത്രയാണ്? 21. 18 വരണുണ്ടോ? ഇല്ല. അപ്പോൾ 7 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അടുത്ത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 8 2 16 ആണ്. എന്നിട്ട് 3 എത്രയാണ്? 24. അതുകൊണ്ട് 8 കൊണ്ട് പറ്റൂല. 9 ഉണ്ടാണെങ്കിലോ? പറ്റും. 9 ഉണ്ടെങ്കിൽ പറ്റും. 9 കൊണ്ട് പറ്റും. ഇനി ഇത് പകുതിയാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള സംഖ്യകളൊന്നും ഫാക്ടേഴ്സ് അല്ല 18ന്റെ. അപ്പോൾ ഇനി ലാസ്റ്റിൽ എന്താണ്? 18 തന്നെ സ്വന്തം ഫാക്ടറാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടറിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ ഈ ഹയസ്റ്റ് എന്നുള്ള ഭാഗം മാറ്റി വെച്ചെന്ന് വെച്ചോ, ഈ ഹയസ്റ്റ് എന്നുള്ള ഏരിയ നോക്കണില്ല, കോമൺ ഫാക്ടേഴ്സ് നോക്ക്. കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ ഉണ്ട് ഇതിൽ? ഇവിടെ 1, ഇത് സെയിം കളർ വേണ്ട, നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം. ഓക്കെ, ശരി, ബ്ലൂ നോക്കാം. 1 കോമൺ ഫാക്ടറാണ്. 2 കോമൺ ഫാക്ടർ ആണോ? ആണ്. 3 ആണ്. 4 അല്ല. 6 കോമൺ ഫാക്ടറാണ്. 9 ഇല്ല. 12 ഇല്ല. ബാക്കി വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ എത്രയാണ്? 4 കോമൺ ഫാക്ടർ കിട്ടുന്നുണ്ട്. 4 എന്ത് കിട്ടുന്നുണ്ട്? കോമൺ ഫാക്ടർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ 4 എണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം 1 വലുതാണോ? അല്ല. അതിനുശേഷം അതിനെക്കാട്ടും വലുത് 2 അല്ലേ? അതിനെക്കാട്ടും വലുത് ആരാണ്? 3 ആണ്. അതിനെക്കാട്ടും വലുത് ആരാണ്? 6 ആണ്. അപ്പോൾ ഏറ്റവും വലുത് ഈ 2 നമ്പറിൽ കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? 6 ആയിരിക്കൂലേ? അപ്പോൾ അതല്ലേ നമ്മളോട് എക്സാമിൽ ചോദിക്കണം. എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 1 2 3 എന്നിട്ട് 6 എന്ന് പറയുകയാണെങ്കിൽ രണ്ടിലും കോമൺ ഫാക്ടർ എന്താണ്? 1 2 3 6 ഉണ്ട്. ബട്ട് അതിൽ ഏറ്റവും വലുത് ഏതാണ്? 6 ആണ്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ? 6 ആണ് നമ്മൾ ഉത്തരം. അപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ ചോദിക്കുകയാണ് 12ഉം 18ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ്ലി പറയും 6 ആണെന്ന് അല്ലേ? 6 എന്ന് പറയൂലേ? പറയും. പറഞ്ഞല്ലേ പറ്റൂ അല്ലേ? അപ്പോൾ നമ്മൾ 6 എന്ന് പറയും. അടുത്ത് ഇനി വരുന്ന കോൺസെപ്റ്റ് LCM. LCM ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. അടുത്തൊരു 5-6 വീഡിയോ കഴിഞ്ഞിട്ട് LCMന്റെ സാധനങ്ങൾ തുടങ്ങുള്ളൂ. ബട്ട് LCM എന്താണ്, എന്നിട്ട് HCF എന്താണ്, ഇതിന്റെ വ്യത്യാസം അറിഞ്ഞാലേ നമുക്കൊരു എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റിൽ വരുള്ളൂ. ഇനി നോക്ക്, ഇവിടെ LCM എന്ന് പറയുമ്പോൾ M എന്നുള്ളൊരു വാക്കിന് നന്നായിട്ട് ഫോക്കസ് ചെയ്തോളണം. M എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി മൾട്ടിപ്പിൾ. LCMന്റെ ഫുൾ ഫോം എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ തന്നെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ഒരു സെക്കൻഡ്, സോറി ഫോർ ദ ഡിസ്റ്റൻസ്, കോൾ വന്നു. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് എന്താണെന്ന് പറയുന്നത് നമ്മൾ LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിൽ എങ്ങനെയാണ് സംഭവം നമ്മൾ നടക്കണമെന്ന് നോക്കാം. അടുത്ത സ്ലൈഡ് നോക്കാം. ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് എല്ലാം മൊത്തം കുളമാവും. ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളെന്താണ് ഇത് അങ്ങ് മൈ ബാഡ്. ഓക്കെ,
ഇതിനങ്ങ് മാറ്റിയാൽ നമുക്ക് ഇത് നമ്മൾ നോക്കിയതാണ്. ഇത് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് കിട്ടും, അതുകൊണ്ട് വേറെ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സാധനവും നിങ്ങൾ നോട്ട്സ് ആയിട്ട് തന്നെ PDF ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യും നമ്മൾ ടെലിഗ്രാം ചാനലിൽ. അതിൽ പോയി നോക്കിയാൽ മതി, ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ പോയി ടെലിഗ്രാം ചാനലിൽ എല്ലാം വീഡിയോസ് അപ്ലോഡായി നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് ലൈവ് ആയതിനു ശേഷം നമ്മൾ ആ ടെലിഗ്രാം ചാനലിൽ ഉടനെ തന്നെ ഇടും. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ പോയി നോക്കിയാലും നിങ്ങൾക്ക് അത് സാധനം കിട്ടും. ഓക്കെ, ഇനി HCF നമ്മൾ നോക്കിക്കഴിഞ്ഞ് അടുത്ത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. M എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ആണ്. എമ്മിന്റെ അർത്ഥം എന്താണ്? മൾട്ടിപ്പിൾ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, അല്ലേ? അറിഞ്ഞൂടാത്ത എന്തെങ്കിലും ഉണ്ട്? ആർക്കെങ്കിലും അറിഞ്ഞൂടെ മൾട്ടിപ്പിൾ തന്നെ എന്താണ്? ഇവിടെ സിമ്പിൾ അല്ലേ, ടേബിൾസ്. ഇപ്പം മൾട്ടിപ്പിൾ 2ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 2, 4, 6, 8, 10, 12, 14. ഇതെന്താണ് 2ന്റെ മൾട്ടിപ്പിൾ? 8ന്റെ മൾട്ടിപ്പിൾ 8, 16, 24, 32 ആൻഡ് സോ ഓൺ. തന്നെ ഇത് തന്നെയാണ് 8ന്റെ മൾട്ടിപ്പിൾ തന്നെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലേ? നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഇതിൽ എല്ലാ ടേംസിനെയും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു സ്കോപ്പേ ഇല്ല, അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിൻ്റെ പറഞ്ഞ് മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഫൈൻ, ശരി. അപ്പോൾ ഇത് മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ നോക്കേണ്ടത്? ഇതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ്, ഏറ്റവും കോമൺ ആയിട്ട് ബട്ട് ലീസ്റ്റ് ആയിരിക്കുന്ന നമ്പർ. നേരത്തെ ഹയസ്റ്റ് ആണ് നോക്കിയാൽ, ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആണ്. ഓക്കെ, ഇനി അത് നോക്കുന്ന മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. അടുത്ത സ്ലൈഡിലോട്ട് പോകണം. ഓക്കെ, ഇവിടെ ഓക്കെ, ശരി, ഇതല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് ഇറേസ് ചെയ്യണേ. ഇവിടെ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ 2 നമ്പർ എടുക്കുകയാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാൻ വേണ്ടി 12 12 അല്ല 12 ആണ്. നമുക്ക് ചെറിയ സംഖ്യ എടുക്കാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. 6ഉം 12ഉം എടുക്കാം. ഓക്കെ, 6ഉം 12ഉം എടുക്കാം. ഓക്കെ, 6ഉം 12 വേണ്ട, അത് ശരിയാവില്ല. 6ഉം 15ഉം എടുക്കാം. 6 and 15. ഓക്കെ, 6 and 15. ഓക്കെ, ഇത് 2 സംഖ്യ. ഇനി ഇതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്ക് നോക്കേണ്ടതാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫാക്ടേഴ്സ് ആണ് നോക്കി. അപ്പോൾ അത് ആ സംഖ്യ നമ്മൾ എടുത്ത സംഖ്യ, ദാറ്റ് ഈസ് ഇപ്പോൾ 15 ആണെങ്കിൽ ഫാക്ടേഴ്സ് എന്തായിരിക്കും? 15 ചെറുതായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് നമ്മളെ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇതിന്നും വലുതായിരിക്കും. LCMൽ വലുതായിരിക്കും, എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അത് വലുതായിരിക്കും. മറ്റത് ഫാക്ടേഴ്സ് ആണ്, ഡിവൈസേഴ്സ് ആണ്, അതുകൊണ്ട് ചെറുതായിരിക്കും. ഇത് മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് മുന്നോട്ട് വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ 15ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 15 തനിയെ സ്വന്തം മൾട്ടിപ്പിൾ ആണ്. അടുത്ത് 30, അടുത്തെന്താണ് 45, അടുത്തെന്തായിരിക്കും 60, അടുത്തെന്തായിരിക്കും പറഞ്ഞോ പറ 75, അടുത്ത് 90, ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. ഇതിന്റെ പ്രത്യേകത അതാണ്. നോക്ക്, HCFൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സേ കാണുള്ളൂ, നമുക്ക് എണ്ണാൻ പറ്റും 5, 10, 6, 15 എത്രയാണെന്നുള്ളത്. പക്ഷെ ഇവിടെയാണെങ്കിലോ അൺലിമിറ്റഡ് ആണ്, ഇൻഫിനിറ്റി വരെ പോകും. ഓക്കെ, നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ. അതേപോലെ 6ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് എന്തൊക്കെ ആയിരിക്കും? 12, പിന്നെന്ത് വരും? 18, അടുത്ത് 24, 24, അടുത്ത് 30, പിന്നെന്താണ് പറയുന്നത്? 36 ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് നമ്മൾ ഇതും അഗൈൻ ഇൻഫിനിറ്റിയിൽ അങ്ങ് പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 36 കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. 36, പിന്നെ 42, പിന്നെ വരണത് 48, 54, എന്നിട്ട് 60 പിടിച്ചോ. ഇനി ഫർദർ എക്സ്പാൻഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾസ് എടുക്കണം. കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾസ് ഏതൊക്കെ ഉണ്ട്? 12 ഇതിലില്ല, 18 ഇല്ല, 24 ഇല്ല. നമുക്കുള്ള കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കുള്ള കോമൺ മൾട്ടിപ്പിൾ എന്താണ്? 30. ഈ 30 ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. അടുത്ത കോമൺ മൾട്ടിപ്പിൾ എന്താണ്? ഈ 60. ഈ 60ഉം എന്താണ്? ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ LCMൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ലീസ്റ്റ്, ഏറ്റവും ചെറുതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് രണ്ടിലും നിങ്ങൾ തന്നെ പറ ഈ 2 സംഖ്യയിലും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എന്നിട്ട് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏതായിരിക്കും? ഇത് കോമൺ ആയിട്ടുള്ള എടുത്ത് നമ്മൾ, ഇനി ലീസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏതായിരിക്കും? ലീസ്റ്റ് ആയിട്ടുള്ളത് എന്താണ്? 60 ആണ്. 60 വലുതല്ലേ, അത് ഹയസ്റ്റ് ആവില്ലേ? പക്ഷേ ലീസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? 30 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും? 30. അപ്പോൾ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 2 സംഖ്യ വെച്ച് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ 30 അങ്ങ് ഡിവൈഡ് ആയി പോകും കംപ്ലീറ്റ്ലി. അപ്പോൾ ആദ്യത്തെ സംഖ്യ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം: ദ ഫസ്റ്റ് നമ്പർ which will get divided by both the given numbers.
അതായിരിക്കും നമ്മളെ LCM അല്ലേ. ആദ്യത്തെ സംഖ്യ വിച്ച് വിൽ ഡിവൈഡ് വാട്ട്, നമ്മൾ ഈ രണ്ട് സംഖ്യ കൊണ്ട് ഡിവൈഡ് ആയി പോണ ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് ചോദിക്കുന്നത് പോലെയാണ് LCM എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു ഗിവൺ നമ്പർ ഉണ്ട്, രണ്ട് നമ്പേഴ്സ്, ഇവിടെ 6 15. അപ്പോൾ അതിൽ യാതൊരു സംഖ്യയാണ് ഈ രണ്ട് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവും. അപ്പോൾ അത് ഏതാണ്? 30 ആണ് ആദ്യത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ആണ്. അത് കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, 90 വരും. അങ്ങനത്തെ ഒരു കാര്യം, ഇത് മൂവ് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ HCF LCMന്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ടല്ലേ നമ്മളെ പോള വഴി അല്ലേ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, HCF LCM ഒക്കെ ശരിയാണ്, കുഴപ്പമില്ല, നമുക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. ബട്ട് അതിനു മുമ്പ് ഈ HCF എന്ന് പറയുന്ന സാധനം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിവിസിബിലിറ്റിയുടെ കാര്യം അറിഞ്ഞിരിക്കണം. ഡിവിസിബിലിറ്റി റൂള് നമ്പർ സിസ്റ്റമിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു വലിയ നമ്പേഴ്സ് ഡിവൈഡ് ആവോ ഇല്ലേ, യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്പർ സിസ്റ്റം അഡ്വാൻസ് മാത്സിൽ അത് നമുക്ക് എടുക്കാം. ബട്ട് HCFന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡിവിസിബിലിറ്റിയുടെ ടെസ്റ്റ് അറിയണം. ഡിവിസിബിലിറ്റി ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടെസ്റ്റ്. എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 2, 4, 8, 16, 32 അങ്ങനെ അതാണെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. അതേപോലെ 3ന്റെ ഡിവിസിബിലിറ്റി, 9ന്റെ ഡിവിസിബിലിറ്റി, 11ന്റെ ഡിവിസിബിലിറ്റി, ഇങ്ങനെ കുറച്ച് ഡിവിസിബിലിറ്റി നമ്മൾ പഠിക്കും. വെറും HCFന് ആവശ്യം വരുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ. എല്ലാം കാട് കയറി പഠിക്കേണ്ട നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സ്മാർട്ട് വർക്കാണ് ആവശ്യം. എക്സാമിന് എന്താണോ ചോദിക്കുന്നത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കുറച്ചുകൂടെ വൈഡറായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തിനാണ്? അഥവാ എക്സാമിനറെ കുറച്ചുകൂടെ മാറി ചിന്തിച്ച് നമ്മൾ ഒരു പണി തരാൻ ശ്രമിച്ചാൽ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റണം. അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം ഡിവിസിബിലിറ്റിയുടെ കാര്യം. ഓക്കെ, ഡിവിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളണം. ഡിവിസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിവിസിബിലിറ്റി ബൈ 2 രണ്ടുകൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിന് ഓരോ ഡിവിസിബിലിറ്റിയുടെ ഓരോ പേജ് ആക്കാം. ഓക്കെ, ഇത് ഡിവിസിബിലിറ്റി ബൈ 2 അല്ലേ? ശരി, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇടാം. ഓക്കെ, ശരി, ഇവിടെ നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 2 നോക്കാം. എന്നിട്ട് ഇതിനങ്ങ് മാക്കിയാലോ, നമുക്ക് ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്താലേ. ശരി, അപ്പോൾ ഇവിടെ ഡിവിസിബിലിറ്റി ബൈ 2ന്റെ സംഭവമാണ് നമ്മൾ നോക്കാൻ പോണത്. ഡിവിസിബിലിറ്റി ബൈ 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഗിവൺ ഒരു നമ്പർ എടുക്കുകയാണ്, റാൻഡം നമ്പർ എടുക്കാം. നമുക്ക് എന്താണ് പറയണത്? 6 3 2 1, പിന്നെ 5 4 3 2, എന്നിട്ട് പിന്നെ 2 9 6 5 4 3 2 1 9 7 1 2. ഇത്ര വലിയ സംഖ്യ. ഇതിലെല്ലാത്തിനും നമുക്ക് എന്താണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മളെ പ്രശ്നമല്ല, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഈ 2 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പോണന്റിന്റെ രീതിയിൽ എഴുതുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ഇൻഡൈസിൽ എഴുതണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2⁻1 ഈക്വൽ ടു എന്താണ്? 2 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി ഞാൻ പറഞ്ഞു തരണമെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഓക്കെ, 2⁻1 ഈക്വൽ ടു 2. ഈ 1 ഉണ്ടല്ലോ, ഈ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പവർ 2 to the power 1 ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞത്. നമ്മളെ സംഖ്യ എന്താണ്? ഗിവൺ നമ്പർ 2 ആണ്. എന്നിട്ട് നമുക്ക് പവർ എത്രയാണ്? 1 പവർ ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഒരു ഡിജിറ്റ് മാത്രമേ ചെക്ക് ചെയ്യാവൂ. ലാസ്റ്റ് ഒരു ഡിജിറ്റ് 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മളെ എൻറ്റയർ നമ്പർ എന്താണ്? ഡിവിസിബിൾ ആയി 2 ആണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് ഒന്ന് ക്ലിയർ ആയിട്ട് പറ, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്? ഈ 1 എന്ന് പറയുന്നത് 2 കൊണ്ട് എന്തെങ്കിലും ഡിവിസിബിൾ ആയിരുന്നോ? ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻറ്റീജർ ആയിരിക്കണം, അല്ലാതെ മറ്റേ ഡെസിമൽസിൽ പോകരുത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ 1? അല്ല, കാരണം 0.5 വരും. അതല്ല നമുക്ക് ആവശ്യം. എന്താണ്? 2 കൊണ്ട് പക്കയായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് ഡിവിസിബിൾ അല്ല, നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ നോട്ട് ഡിവിസിബിൾ ബൈ 2 എന്ന് മനസ്സിലാക്കും. അടുത്തത് ഈ ക്വസ്റ്റ്യൻ, യൂണിറ്റ് പ്ലേസ്, ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ ഗിവൺ നമ്പർ. ഇഫ് ഡിവിസിബിൾ ബൈ 2 then the entire number is divisible by 2. മനസ്സിലായോ? അപ്പോൾ ഈ ലാസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് 5432, അത് ഈ 2 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? ഡിവിസിബിൾ ബൈ 2 ആണ്. അതുകൊണ്ട് ഈ എൻറ്റയർ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി ഈ വലിയ നമ്പർ എത്രയാണെന്ന് എനിക്കും പോലും അറിഞ്ഞുണ്ട്. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 2 ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. യൂണിറ്റ് പ്ലേസ് നോക്കുക. 2 ഡിവിസിബിൾ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 2. സോ ബേസിക്കലി നിങ്ങൾക്ക് നോട്ട്സിൽ വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഇഫ് എ ഗിവൺ നമ്പർ, ഞാൻ നിങ്ങൾക്ക് ഇതിൽ എഴുതിക്കാം സോ ദാറ്റ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാതെ
ചെയ്യാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് നോട്ട്സ് ക്ലാസ് നോട്ട്സ് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇതിൽ തന്നെ എഴുതിക്കാം. ഓക്കെ, ഇത് മാറ്റിയിട്ട് എക്സാമ്പിൾ എന്തായാലും കഴിഞ്ഞ സ്ലൈഡിലുണ്ട്. ഇതിൽ വെറും ഞാൻ ഡെഫിനേഷൻ എഴുതണുള്ളൂ. എന്താണ്? ഇഫ് എ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ if the last digit of a given number is divisible by 2, then the whole number is divisible by 2. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതല്ല, അതും കൂടെ ഇവിടെ എഴുതിക്കുക. എന്താണ്? 2⁻1 = 2 എന്നുള്ള കാര്യം. അപ്പോൾ ഈ ലാസ്റ്റ് പ്ലേസ്, ദിസ് ഈസ് വൈ ലാസ്റ്റ് പ്ലേസ് ഹാസ് ബീൻ ടേക്കൺ. ലാസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒറ്റ പ്ലേസ്, യൂണിറ്റ് പ്ലേസ് എടുക്കേണ്ട കാരണം എന്താണ്? ഇവിടെ പവർ 1 ആയതുകൊണ്ട്. പവർ 2 ആയിരുന്നെങ്കിൽ 2 പ്ലേസ് എടുക്കുമായിരുന്നു. അത് നമ്മൾ ഓർമ്മിച്ചേക്കുക. അപ്പോൾ ഇവിടെ പവർ എത്രയാണ്? 1. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് 1 പ്ലേസ് ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ആ എൻറ്റയർ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 2 ആണ്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി അടുത്തത് നമുക്ക് നോക്കാം ഡിവിസിബിലിറ്റി ബൈ എന്താണ്? ഒരു സെക്കൻഡ്, ഇതിനൊന്ന് കോപ്പി ചെയ്തെടുക്കാം നമുക്ക്, അല്ലെങ്കിൽ പിന്നീട് നോക്കാം. ശരി, എഴുതി തളർന്നു അല്ലെങ്കിൽ അല്ലേ? ശരി, അടുത്തത് നോക്കാം. ഇവിടെ നമുക്ക് ഇതിനെ ഫർദർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. ഓക്കെ, ശരി. ഇവിടെ നമ്മൾ 2ൻ്റെ നോക്കിക്കഴിഞ്ഞ് 2ൻ്റെത് ഡിലീറ്റ് ചെയ്തോ. ഇനി 4 ഇത് മുകളിലോട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണത്. 8 ഡിലീറ്റ് ചെയ്യാം, 16 ഡിലീറ്റ് ചെയ്യാം, 32 ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഡിവിസിബിലിറ്റി ബൈ 4 നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. ഇനി ഇപ്പോൾ നോക്കിയോ, ഡിവിസിബിലിറ്റി 4. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കണം 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻2 = 4 തന്നല്ല? സംശയം ഉണ്ടോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ പവർ എന്താണ്? 2 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ് പവർ 2 ആണ്, അല്ലെങ്കിൽ പവർ 3 ആണ്, പവർ 4 ആണ്. അങ്ങനെയാണെങ്കിൽ അത്രയും ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഡിവിസിബിൾ ബൈ ദ ഗിവൺ നമ്പർ, നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ നോക്കാം നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ പറയുകയാണ് 6732 ഇങ്ങനെ ഒരു സംഖ്യ തരാണ് 6732. അപ്പോൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ 2⁻2 ആണ് 4. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് എ ഗിവൺ നമ്പർ എന്താണ്? 6732. അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അത് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കിയാൽ മതി. 4 ആണോ ഡിവിസിബിൾ ആണോ? 32 അറിയാലോ നിങ്ങൾക്ക്. 4 × 8 അല്ലേ 32. അങ്ങനെയാണെങ്കിൽ ദിസ് എൻറ്റയർ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ വാട്ട്? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒരു എക്സാമ്പിളും കൂടെ ഞാൻ തരാം. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാണ് 73215 ഓക്കെ, ഈ 56 അല്ലെങ്കിൽ നമ്മൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് എ ഗിവൺ നമ്പർ ഇഫ് ഡിവിസിബിൾ ബൈ വാട്ട്? 4. ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ എൻറ്റയർ നമ്പർ, മൊത്തം നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാം 56 എന്നുള്ള സംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 56നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇത് എത്രയാണ്? 1 ടൈംസ്. ഇവിടെ നിന്ന് 1 ക്യാരി ഫോർവേഡ് 16 എന്ന് പറഞ്ഞാൽ 4 ടൈംസ്. അപ്പോൾ 14 ടൈംസ് ഉണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ നമ്പർ എന്താണ്? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ വാട്ട്? 4. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. ഇനി നമുക്ക് അടുത്തൊരു നമ്പർ നോക്കാം. 73938. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതാണ് ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാല്ല. 2 to the power 2 ആണ്. അപ്പോൾ ഇവിടെ മുകളിൽ പവർ എത്രയാണ്? അത്രയും പ്ലേസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പവർ 2 ആണ്. 2 to the power 2 ആണ് എന്താണ്? 4. അപ്പോൾ അതുകൊണ്ട് ഈ പവർ 2 ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കും. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 38 കൊണ്ട് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പോവില്ല. നമുക്ക് നോക്കാം. 38 എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്രയാണ്? 9s are എത്രയാണ്? 36. 2 ബാക്കി വരും. സോ ബേസിക്കലി അത് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എന്തെന്ന് മനസ്സിലാക്കും? ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ വാട്ട്? ഇവിടെ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് തന്നെ നമ്മളെ തിയറി ഇനി ഡിവിസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഇത് നമുക്കൊന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാവും ഇതൊക്കെ എഴുതാൻ വേണ്ടി. കോപ്പി ചെയ്യാൻ എവിടെ പോയി? ഓക്കെ, അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും എഴുതേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല. സോറി ശക്തിമാൻ അല്ലേ? ഡിവിസിബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ചെയ്തിട്ട് ഞാൻ ഇവിടെ തന്നെ എഴുതാം, അല്ലെങ്കിൽ വേറെ വഴിയില്ലല്ലോ അല്ലേ? ശരി, പെട്ടെന്ന് എഴുതാം. നമുക്ക് എന്താണ്? ഇഫ് ലാസ്റ്റ് 2 digits of a given number is divisible by 4, then the entire number is divisible by 4. തന്നല്ല? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എന്താണ് ലാസ്റ്റ് 2 digit എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് 2 digit ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. കാരണം എന്താണ്? ഈ പവറിൻ്റെ കാരണമാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത നോട്ട്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ 8 ആണ്. ഓക്കെ, 8. ശരി, 8ൻ്റെ കാര്യം പറയുന്ന മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് കളയാം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ഡിവിസിബിലിറ്റി ബൈ 8. ഡിവിസിബിലിറ്റി ബൈ 8 ഇനി നിങ്ങൾ പറ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു 2ൻ്റെ പവർ എന്താണോ അത്രയും പ്ലേസസ് ആണ് ലാസ്റ്റിൽ നമ്മൾ എടുക്കേണ്ടത് തന്നെ. അപ്പോൾ ഇവിടെ എത്ര പ്ലേസസ് എടുക്കുമെന്നാണ് നമ്മളെ ചോദ്യം. 2ൻ്റെ എത്ര പവറിലാണ് 8 വരുന്നത്? 2 raised to എത്ര ഈക്വൽ ടു 8? ഇവിടെ എത്ര ആയിരിക്കും പവർ വരിക? പറ. ഇനി ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ ഇതായിട്ട് ഊമായിട്ട് നിന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് പറയണം. പെട്ടെന്ന് പറ. എന്തായിരിക്കും? കറക്റ്റ് 3. 2 to the power 3. മനസ്സിലായ? 2 to the power 3 ആണ് എന്താണ് നമ്മളെ 8 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഇനി നമുക്ക് തരുന്ന നമ്പറിൽ എത്ര ലാസ്റ്റ് ഡിജിറ്റ്സ് നോക്കുമെന്ന് പറഞ്ഞാൽ 2 1 9 3 9 4 ഒരു 4 കൂടെ ഇടാം. ഓക്കെ, ഒരു 4 കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിൽ നോക്കാം. ഇതിലെന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 3 ഈക്വൽ ടു 8 എന്നാണ് പറഞ്ഞത്. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്ക് അറിയാം സിമ്പിളായിട്ട്. ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ലാസ്റ്റ് 3 places ആണ് നോക്കേണ്ടത്. അതാണ് ലാസ്റ്റ് 3 places അല്ലേ? ലാസ്റ്റ് 3 places ആണ് നോക്കേണ്ടത്. ലാസ്റ്റ് 3 places നോക്കുകയാണെങ്കിൽ 9 4 4 ആണ്. അപ്പോൾ 9ൽ 8 എത്ര തവണ പോവും? 9ന് 9 4 4 ഇതിനെയാണ് നോക്കേണ്ടത്. ഡിവൈഡ് ബൈ 8. അപ്പോൾ 8 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എത്രയാണ്? ഒരു തവണ പോവും തന്നെ. പിന്നെ ഇവിടെ നിന്ന് ക്യാരി ഫോർവേഡ് പോവും. എത്ര വരും? 14. 8 എത്ര തവണ പോവും? ഒരു തവണ അല്ലേ? അപ്പോൾ 9. പിന്നെ ഇവിടെ ഇത് 1 ടൈംസ്. ഇവിടെ 1 14 14 എത്ര തവണ പോവും? ഇറ്റ് ഈസ് 1 ടൈംസ് അല്ലേ? അടുത്ത് ബാക്കി എത്ര വരും? 6 അല്ലേ? 8 അല്ലേ? അപ്പോൾ 14 മൈനസ് 8 എത്രയാണ്? 6. അപ്പോൾ ആ 6 എവിടെ വരും? ഇവിടെ അല്ലേ? 64 ആവും. 64 എന്ന് പറഞ്ഞാൽ 8 8s are 64. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8 തന്നെ. ശരി, ഇനി അടുത്തൊരു സംഖ്യ എടുക്കാം. അപ്പം ഞാൻ പറയണ അടുത്തൊരു സംഖ്യ എന്താണ്? 2 3 9 5 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? ലാസ്റ്റ് 3 digits അല്ലേ നമ്മൾ നോക്കണം. ലാസ്റ്റ് 3 digits ഇഫ് ഡിവിസിബിൾ ബൈ 8 ദെൻ ദ എൻറ്റയർ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. ഇതിനെ 8 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? ഒരു തവണ അല്ലേ? 1 ഇവിടെ പോകും. 15 ആവണമെങ്കിൽ എന്താണ് വരണേ? 15 ആണെങ്കിൽ ഇവിടെ ഒരു തവണയേ വരുള്ളൂ അല്ലേ? 16 ആണ് 2 തവണ വരണം. ഓക്കെ, 15 ആകുമ്പോൾ ഒരു തവണ. അപ്പോൾ ഇവിടെ 7 ക്യാരി ഫോർവേഡ് വരും. 7 ഇവിടെ വരും. 76 ആണെങ്കിൽ എന്താണ്? കട്ട് ചെയ്തോ 76ന് എത്ര തവണ പോകും? ഇവിടെ 9 തവണ വരും. 72 4 ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ നമ്പർ ഡിവിസിബിൾ ആണോ? 8 ഉണ്ട് അല്ല. 8 ഉണ്ട് ഡിവിസിബിൾ അല്ല. ക്ലിയർ ആണല്ല? അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇവിടെ എന്താണ്? ഈ ലാസ്റ്റ് 3 digits ഇഫ് ഡിവിസിബിൾ ബൈ 8 then the entire number is divisible by 8 എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി തരാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക്
അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഇരിക്കട്ടെ അല്ലേ. ഇത് വേണമെങ്കിൽ നിങ്ങൾ സൈഡ് ബൈ സൈഡ് എഴുതിക്കോ. ഓക്കെ, ഇഫ് ദ ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് of a given number is divisible, given number is divisible by what? 8. Then the entire number is divisible by what, my friend? By what? By 8, my friend. By 8. Clear ആണല്ലോ divisibility of 8. അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, ഇനി divisibility by ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ സെയിം ലോജിക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ എല്ലാം എഴുതിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ 2ൻ്റെ കാര്യം പറയണേ. 2ൻ്റെ പവർ വരണത് ഞാൻ ഒന്ന് പെട്ടെന്ന് എഴുതി തരാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ എഴുതിക്കാം. 2ൻ്റെ പവർ 1 എത്രയാണ്? 2. 2ൻ്റെ പവർ 2 എത്രയാണ്? 4. 2ൻ്റെ പവർ 3 എത്രയാണ്? 8. 2ൻ്റെ പവർ 4 എത്രയാണ്? 16. 2ൻ്റെ പവർ 5 എത്രയാണ്? 32. 2ൻ്റെ പവർ 6 എത്രയാണ്? 64. 2ൻ്റെ പവർ 7 എത്രയാണ്? 128. 2ൻ്റെ പവർ 8 എത്രയാണ്? 256. 2ൻ്റെ പവർ 9 എത്രയാണ്? 512. 2ൻ്റെ പവർ 11 എത്രയാണ്? 10 തെറ്റിപ്പോയി. 10 എത്രയാണ്? 1024. അടുത്ത് 2ൻ്റെ പവർ 11 എത്രയാണ്? 2048. അടുത്ത് 2ൻ്റെ പവർ 12 എത്രയാണ്? 4096. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം എൽസിഎം ബോട്ട് വരാൻ പോണ നമ്പർ സിസ്റ്റം അങ്ങനത്തെ കുറേ ടോപ്പിക്സിൽ ഇതിൻ്റെ യൂസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഇതൊന്ന് കാണാപ്പാഠം പഠിച്ചേക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ്. ഇതൊന്ന് എഴുതിയെടുത്തോ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നോട്ട്സിലുണ്ട്. ഓക്കെ, ശരി. ഇനി ഞാൻ നിങ്ങൾക്ക് മുദ്ദയ്ക്ക് അതല്ലേ മെയിൻ കാര്യം പറയാം. ഇവിടെ ഇതിനങ്ങ് ഇതിനങ്ങ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനല്ലേ. വിളിക്കുന്ന ആൾക്കാർ വരില്ല, വിളിക്കാത്ത ആൾക്കാർ സദ്യ കഴിക്കാൻ വന്നോളും അല്ലേ. അപ്പോൾ ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്യാമല്ല. ശരി, അപ്പോൾ ഇവിടെ നമ്മളിത് ചെയ്തു, 8ഉം ചെയ്തു. ഇനി 16 ഉണ്ട്, 32 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ 2ൻ്റെ കാര്യം അതാണ്. ഇപ്പോഴായിട്ട് ഞാൻ എഴുതി തന്നു. എന്താണ് 2ൻ്റെ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എത്രയാണ്? 4. എന്നിട്ട് 32 എന്താണ്? 2 5. അപ്പോൾ ഇതിൽ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് നോക്കണം. ഇതിൽ ലാസ്റ്റ് 5 ഡിജിറ്റ്സ് നോക്കണം. അഥവാ അത് 32 ഉണ്ട്, ഇത് ലാസ്റ്റ് 5 ഡിജിറ്റ്സ് divisible by 32, then the entire number is divisible by 32. ഇനി ലാസ്റ്റ് 4 ഡിജിറ്റ് divisible by 16, then the entire number is divisible by 16. ഇനി നിങ്ങൾ ചോദിക്കുക എന്താണ്? ഒരു ചോദ്യം നിങ്ങളെ മനസ്സിൽ വരാം. എന്താണ്? അഥവാ 5 ഡിജിറ്റ്സ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പൊന്നു മക്കളെ, 5 ഡിജിറ്റ്സ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ? ഇപ്പം ഞാൻ പറയാണ്, സപ്പോസ് 96 എന്നുള്ള സംഖ്യ, ഇത് 5 ഡിജിറ്റ് അല്ല, 2 ഡിജിറ്റ് ആണ്. അപ്പോൾ ഇതിന് 5 ഡിജിറ്റ് വേണം. ലാസ്റ്റ് 5 ഡിജിറ്റ്സ് ആണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഈ 5 ഡിജിറ്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്താലും ആൻസർ കിട്ടുമോ? കിട്ടും അല്ലേ. അപ്പോൾ അവിടെ ഈ ലാസ്റ്റ് 5 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വഴിയാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? വലിയ സംഖ്യകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ നമ്മൾ ഈ അല്ലറ ചില്ലറ നമ്പേഴ്സിനുണ്ട് അതിൻ്റെ ആവശ്യമില്ല. കണ്ടാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ മനസ്സിലാവും. നോക്ക്, നിങ്ങൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ഗ്രാജുവൽ നിങ്ങളെ കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. കാരണം ഞാൻ എല്ലാ ക്ലാസ്സിലും കാൽക്കുലേഷൻ്റെ പുതിയ കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ HCF LCM ആയാലും നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ചെറിയ കോൺസെപ്റ്റ്സ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് ഇങ്ങനത്തെ രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ബർഡൻ ആവില്ല. എന്നിട്ട് എൻ്റെ ക്ലാസ്സസിൽ ഞാൻ കൂടുതൽ ഫോർമുലാസ് യൂസ് ചെയ്യില്ല. മെയിൻലി അരിത്മെറ്റിക്കിൽ ഫോർമുലാസ് ഒരുപാട് കുറവാണ്. മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസിക്സ് ഒന്ന് ക്ലിയർ ചെയ്ത് തരും. എന്നിട്ട് ആ ബേസിക് വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ നമ്മളെ ഫോർമുല വെച്ച് നമുക്ക് കിട്ടുന്നതിനെ കാട്ടി എളുപ്പത്തിന് കണ്ടെത്താനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതാണ് നമ്മളെ രീതി. അപ്പോൾ HCF LCMന്റെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് രീതിയിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഇതൊക്കെ ലാഗായിട്ട് ഫീൽ ചെയ്ത് നോക്കും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, HCF LCM അല്ലെങ്കിൽ HCF സ്പെഷ്യലി അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് കാര്യം പഠിക്കുന്നത്. അതുകൊണ്ട് അത് ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കണത്
ഇതിൻ്റെ പവർ ഇതാണെന്ന് പറഞ്ഞാൽ എന്താണ് ലാസ്റ്റ് 5 ഡിജിറ്റ്സ് നോക്കണം. അടുത്ത് ഇതെന്താണ് ലാസ്റ്റ് 4 ഡിജിറ്റ്സ് നോക്കണം. ഡിവിസിബിൾ ബൈ എന്തായിരിക്കണം 2. അങ്ങനെയാണെങ്കിൽ എന്താണ് ദ എൻറ്റയർ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ നോക്കണം. നല്ല കാര്യങ്ങളാണ്. ഇന്നത്തെ സ്റ്റുഡൻസിന് വെള്ളം കുടിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിലും അല്ലേ. അപ്പോൾ അടുത്തതിലോട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ഇത്ര നേരം പഠിച്ചില്ല, നമ്മളൊരു ഡിവിസിബിലിറ്റി കാര്യങ്ങൾ പഠിച്ച് ഇനി ഒരു കോൺസെപ്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു 12. ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 3, 4, 6 എന്നിട്ട് 12 ഇറ്റ് സെൽഫ്. ഓക്കെ, ഇപ്പം നമ്മളൊരു നമ്പർ പറയാണ് 48. ഓക്കെ, നമുക്കറിയാം 48ൻ്റെ ഒരു ഫാക്ടറാണ് 12 അല്ലേ. 48ൻ്റെ ഫാക്ടർ എന്താണ്? 12 ആണ്. ഈ 12 എന്ന് പറയുന്നത് 48ൻ്റെ ഫാക്ടറാണ് തന്നെ അല്ലേ. 48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? എത്രയാണ്? 4 ടൈംസ്. അപ്പോൾ 48ൻ്റെ ഫാക്ടർ അല്ലേ 12. അപ്പോൾ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടുകയാണ്. ഈ 12 എന്ന് പറയുന്നത് 48ൻ്റെ ഫാക്ടർ ആണെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള എല്ലാ നമ്പേഴ്സും 48നെ ഡിവൈഡ് ചെയ്യുമെന്നാണ് അർത്ഥം. മനസ്സിലായോ? എന്നുവെച്ചാൽ ഈ 12 എന്നുള്ള സംഖ്യ അഥവാ ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാണ് കംപ്ലീറ്റ്ലി, ഒരു ഇൻറ്റിജർ ലെവലിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് ആയ സംഖ്യകൾ 6, 4, 3, 2, 1 അതും എന്ത് ചെയ്യും? 48നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ നിങ്ങൾക്ക്? കോൺസെപ്റ്റാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത് HCF എടുക്കുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. 12 എന്നുള്ള സംഖ്യ 48നെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 6, 4, 3, 2, 1 അതും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ നോക്കാം. 48/6 എത്രയാണ്? 1 ടൈം 8 ടൈം. അടുത്ത് 48/4 അതെന്താണ്? 1 ടൈം 12 ടൈം. അടുത്ത് 48 ഇൻറ്റു ഡിവൈഡഡ് ബൈ 3 അതാണ് എത്രയാണ്? ഇത് 16. അടുത്ത് 48 ഡിവൈഡഡ് ബൈ 2 അതറിയാം നിങ്ങൾക്ക്. സോറി 48 അല്ലേ, 24. അടുത്ത് 48 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ 48 തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആയ എന്താണ്? ഇഫ് എ നമ്പർ എന്താണ് ഒരു നമ്പർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പറിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, എന്നാൽ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സും ആ പർട്ടിക്കുലർ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ ഇതിനെ ഞാൻ ആക്കിയിട്ടാ. ഞാൻ സ്ലൈഡ് ഉണ്ട് എന്തായാലും ഓൾറെഡി, അപ്പോഴത് നിങ്ങൾക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ അങ്ങ് നമുക്ക് പറത്തിക്കളാം. ഓക്കെ, ശരി. ഇനി അടുത്തൊരു കാര്യം ഞാൻ നോക്കട്ടെ. അടുത്ത് നമുക്കൊരു വേറൊരു ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, 6ൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? 1, 2, 3, 4. ഓക്കെ, എന്നിട്ട് 12. 6ൻ്റെ ഫാക്ടർ അല്ല, 12ൻ്റെ ഫാക്ടർ തന്നെ എടുക്കാം. ഓക്കെ, 18 എന്നുള്ള സംഖ്യ ഈ 6 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ല? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒബ്വിയസ്ലി. 6 കൊണ്ട് 1 ടൈം 3 ടൈംസ് തന്നെയല്ല? ശരി, ഡിവൈഡ് ചെയ്യാൻ പറ്റും. 12ൻ്റെ ഫാക്ടറാണ് 6. 12ൻ്റെ ഫാക്ടർ എന്താണ്? 6 തന്നെ. ശ്രദ്ധിച്ചോളണം, അശ്രദ്ധയാണെങ്കിൽ ഉറക്കത്തിലിരുന്നാൽ ഇതൊന്നും മനസ്സിലാവില്ല. ശ്രദ്ധിച്ചോ, 12ൻ്റെ ഫാക്ടറാണ് 6. 12ൻ്റെ ഫാക്ടർ 6 ആണ്. 6 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 12 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. 6 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 12 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാവണമെന്ന് വെച്ചാൽ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് അഥവാ ആ നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ നമ്പർ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഫാക്ടേഴ്സ് വെച്ച് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഞാൻ അത് എഴുതി തരാം, ഡിക്റ്റേറ്റ് ചെയ്യാം. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ n എഴുതിക്കോ. അത് എന്തായാലും ഞാൻ എഴുതാം ഇവിടെ. ഇഫ് a number is divisible by n, then okay, then എന്താണ് that number is also divisible by divisible by
divisible by factors of n. Factors of n അല്ലെങ്കിൽ n's factor എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഞാൻ ഇതിലിവിടെ മാർക്ക് ചെയ്തേക്കാം, ബോക്സ് വേണമെങ്കിൽ ആക്കി തരാം. ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ ഇത് കാര്യം മനസ്സിലായല്ല, മറിച്ച് വരില്ല. പക്ഷേ ഓക്കെ, മറിച്ച് വരില്ല. ഈ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ വലിയ നമ്പർ ഒരിക്കലും അതിനെ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ആ ഒരു ഇതൊക്കെ ടെൻഷൻ എടുക്കണ്ട, ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരുവിധം HCF ചെയ്യുമ്പോൾ അതെന്തായാലും അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കൂടെ ഡീറ്റെയിലിൽ പറയാം. ഇനി അടുത്തതിലോട്ട് പോകാമല്ലോ. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു, പക്ഷേ അത്യാവശ്യം ഈ HCF LCMൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ വീഡിയോ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനപ്പുറം വലുതാക്കിയാലും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എത്രത്തോളം പറ്റുമോ ഞാൻ നോക്കട്ടെ, മാക്സിമം എത്ര പറ്റുമോ അത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം ഈ വീഡിയോയ്ക്കകത്ത്. ഡിവിസിബിലിറ്റി ബൈ 5. ഡിവിസിബിലിറ്റി ബൈ 5 എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇപ്പം നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ ഡിവിസിബിലിറ്റി ബൈ 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം 2ൻ്റെ കാര്യം പഠിച്ചില്ലേ, 2ൻ്റെ പവർ എത്രയാണോ അത്രയും നമ്മൾ പ്ലേസസ് നോക്കും. അതേപോലെ തന്നെ ഡിവിസിബിലിറ്റി ബൈ 5ൻ്റെയും കാര്യം അതാണ്. നമ്മൾ എത്രയാണ് പവർ ഉള്ളത്. ഇപ്പം ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 5⁻1 = 5 ആണ് തന്നെ. അപ്പോൾ ഇവിടെ പവർ എത്രയാണ്, 1. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 ഓർ 0. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ ഗിവൺ നമ്പർ ഈസ് 5 ഓർ ഇറ്റ് ഈസ് 0. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അത് ഞാൻ എന്തായാലും എഴുതാം, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ശരി, ഇതിനൊന്ന് ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ, ലാസ്റ്റ് എന്താണ് ഞാൻ ഇവിടെ എഴുതിക്കുക, നിങ്ങൾക്ക് എന്തായാലും ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് എഴുതാം. നമുക്ക് ഇവിടെ നമ്മൾ പറയാണ് 6320, എന്നിട്ട് വേറെ നമ്പർ 6215, പിന്നെ 9321. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ നോക്കുള്ളൂ. കാരണം 1 ആണുള്ളത്, അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ നോക്കുള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് ഇതാണ് ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 കൊണ്ട് ഡിവിസിബിൾ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എന്താണ്, 5 ഡിവിസിബിൾ ബൈ 5 ഓർ ഇറ്റ് ഷുഡ് ബി 0 ആയിരിക്കാം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് 0 ആണ്, അതുകൊണ്ട് ഇത് ഡിവിസിബിൾ ബൈ 5 ആണ്. ഓക്കെ, അടുത്ത് ഇവിടെ 5 ആണ്, അതുകൊണ്ട് ഡിവിസിബിൾ ബൈ 5 ആണ്. അടുത്ത് 1 ആണ്, അത് ഡിവിസിബിൾ ബൈ 5 അല്ല. അതുകൊണ്ട് അതിനെന്താണ്, ഡിവിസിബിലിറ്റി ടെസ്റ്റിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എന്നുള്ള ആസ്പെക്റ്റിലോട്ട് പോകും. ശരി, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഡെഫിനേഷൻ എഴുതിത്തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അതാ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഇതിൻ്റെ എക്സ്പ്ലെയിൻ ഞാൻ എഴുതിക്കാം. എന്താണ്, ഇഫ് ചുവപ്പ് തന്നെ, അതാ കറക്റ്റ് തന്നെയല്ല. ഓക്കെ, ചുവപ്പിൽ എഴുതാം അല്ലേ. ഇപ്പം കുറച്ചുകൂടെ എടുത്ത് കാണിക്കാം. ഇഫ് ദ ലാസ്റ്റ് എന്താണ് ഡിജിറ്റ്, ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ എന്താണ് 5, then the given number is divisible by എന്താണ് 5. ഓക്കെ, സോറി, ഒരു കാര്യം വിട്ടു എഴുതാൻ. If the last digit of a given number is divisible by 5 or it is 0. എന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ എന്താണ്, it is 0, then the given number is divisible by എന്താണ് 5. ഈ കാര്യം ഡെഫിനേഷൻ അല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി തന്നേക്കണമെന്നേ ഉള്ളൂ. ഓക്കെ,
അത് അറിഞ്ഞേക്കുക. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ 25 ആണ് നോക്കണേ. 25ന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിനാരിയോ നമുക്ക് അറിയാന്നുള്ള കാര്യം തന്നെയാണ്. ഇതിന് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കൊണ്ടുപോവാ പിന്നെ പറത്താം അല്ലേ, ഇത് വേണോ നമുക്ക്, വേണ്ട, പിന്നെ അങ്ങ് ഡിലീറ്റ്. ഓക്കെ, അയ്യോ എല്ലാം പോയാ എന്തായത് എന്ത് എടുത്ത് കളയാൻ നോക്കണേ, എന്താണ് പോണേ? ഓ ഇത് പോവല്ലേ എന്തായാലും. മാച്ചളയാം നമുക്ക്, അതായിരിക്കും ബെസ്റ്റ്. എളുപ്പ വഴി നോക്കിയിട്ട് കാര്യമില്ല. ശരി, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 5⁻2 = 5 ആണ് അല്ലേ. 25 എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി 25. അപ്പോൾ ഇതെന്താണ് 5⁻2 = 25. 5⁻2 = 25 ആണെങ്കിൽ നമ്മൾ ഇതെന്താണ് ഇവിടെ വന്ന ശരി 5⁻2 = 25 എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി വേറെ ഒന്നുമല്ല, പവർ നമ്മളെ എത്ര ലാസ്റ്റ് എത്ര പ്ലേസസ് നോക്കാണ്ട് നമുക്കിവിടെ ഒരു സംഭവം കിട്ടുകയാണ്. എന്താണ് 2 ലാസ്റ്റ് പ്ലേസസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയാണ്. ഇപ്പം ഞാൻ പറയാണ് 6 2 5 2 5. ഓക്കെ, 6 2 5 2 5. അടുത്ത ഒരു നമ്പർ തരാണ് 7 3 2 1 2 അല്ല 1 2 1 3 7 5. അടുത്ത വേറൊരു നമ്പറാണ് 6 3 2 1 5. ഇങ്ങനെ നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഇങ്ങനെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ ഡിവിസിബിലിറ്റി ആണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ് നോക്കണം. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, ഇവിടെ 25. ഇവിടെ എന്താണ് ലാസ്റ്റ് ഡിജിറ്റ്, 2 ഡിജിറ്റ്സ് 75. ഇവിടെ എന്താണ് 15. ഇനി 25 കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റും. അപ്പോൾ ഇതെന്താണ്, ഡിവിസിബിൾ ബൈ 25 ആണ്. അതുകൊണ്ട് എൻറ്റയർ നമ്പർ എന്താണ്, ഡിവിസിബിൾ ബൈ 25 ആണ്. അടുത്ത് ഈ ലാസ്റ്റ് 75നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ല. 25 3 അല്ലേ 75 അല്ലേ, 25 × 3 അല്ലേ 75. അതുകൊണ്ട് ഇതും ഡിവിസിബിൾ ആണ്. അപ്പോഴെന്താണ്, ഇതും കറക്റ്റ് ആണ്. ഇനി 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 25 കൊണ്ട്, പറ്റൂല. അതുകൊണ്ട് ഇത് ഡിവിസിബിൾ അല്ല. ക്ലിയർ ആണോ, ഡൗട്ട് ഉണ്ടോ? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 25 കൊണ്ട്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ, അല്ലല്ല അല്ലേ. അപ്പോൾ ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് ദ എൻറ്റയർ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ എന്താണ് പറയണത് 25. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? അപ്പോൾ ഇതിന്റെ പവറിന്റെ ബേസിലാണ് അത് നോക്കണം. 2ന്റെ പോലത്തെ കേസ് തന്നെയാണ് സെയിം. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്ക് ഡെഫിനേഷൻ ഒന്ന് എഴുതി വെക്കാം. എവിടെ പോയത്, ഇതാ. ശരി, എഴുതിക്കോ. ഇഫ് last 2 digit number if the last 2 digits of a given number is divisible by 25 or it is 00. നേരത്തെ എന്താണ്, സിംഗിൾ 0 ആയിരുന്നു. ഇപ്പൊ ഈ കേസിൽ 00 ആയി. അങ്ങനെ ഒരു സിനാരിയോയിലാണെങ്കിൽ എന്താണ്, then the entire number is divisible by what? By entire number is divisible by എന്താണ് 25. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളണം. സോറി, ഇവിടെ entire number is divisible by 25 or it is 0. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് 2 ഡിജിറ്റിൽ അതൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് നോക്കാം. എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ട്, 2 0 വരാം, പിന്നെ 25 വരാം, 50 വരാം, 75 വരാം. അപ്പോൾ ഈ 4 സംഖ്യകൾ ലാസ്റ്റ് 2 പ്ലേസിൽ വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 പ്ലേസിൽ ഈ 4 സംഖ്യ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ബേസിക്കലി ദ എൻറ്റയർ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 25. 25ന്റെ ഡിവിസിബിലിറ്റിയിൽ വരുന്ന ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല അതിൽ. ഓക്കെ, അടുത്ത് 125ന്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം സാധനം 125. ഓക്കെ, 125ന്റെ കാര്യം പറയുന്ന മുമ്പ് നമുക്ക് ഇതിനൊന്നും ഡിലീറ്റ് ചെയ്യാം.
625 നമുക്ക് വേണ്ട. 625 സെയിം സിനാരിയോ ആണ്, അതുകൊണ്ട് ഞാൻ അതിന് സ്പെസിഫിക് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാൻ പോണില്ല. അപ്പോൾ നമ്മൾ ഇത്ര അറിഞ്ഞത് അത് 125 എന്ന് പറഞ്ഞാൽ എന്താണ് 5⁻3. അപ്പോൾ എത്ര പ്ലേസസ് നോക്കും നിങ്ങൾ പറ, എത്ര പ്ലേസസ് നോക്കും? കമൻറ്റ് ചെയ്ത് പറ, അറിയാമെന്നുള്ളവർ, മനസ്സിലായെന്നുള്ളവർ കമൻറ്റ് ചെയ്തോ. എത്രയാണ്? എക്സാക്ട്ലി 3 places. കറക്റ്റ്, വെരി ഗുഡ്. 6 2 5 7 3 7 3 ഉണ്ട്, സോറി 3 7 5. ഇങ്ങനെ ഒരു സംഖ്യ തരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ നോക്കേണ്ടത് 125 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 digits ആണ്. ഓക്കെ, ഇതാണ് 3. ലാസ്റ്റ് 3 digits നോക്കും. ലാസ്റ്റ് 3 digits എന്താണ്? 375. ലാസ്റ്റ് 3 digits എത്രയാണ്? 375. എത്രയാണ്? 375. 375 125 കൊണ്ട് ഡിവിസിബിൾ ആണോ ഇല്ലെന്ന് നോക്കണം. ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് ഈ എൻറ്റയർ നമ്പർ ഡിവിസിബിൾ ആണോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 125 കൊണ്ട് നമ്മൾ ഇത് ചെയ്യണം 75 വരുന്നത്, അപ്പോൾ 3 times വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 300 ആയാലും 100ന് എത്ര 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലേ അതിനകത്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ 3 കൊണ്ട് ട്രൈ ചെയ്യാം. 300 എന്ന് പറയുമ്പോൾ കറക്റ്റാണ് 125 വരും. കാരണം 2 times എന്ന് പറഞ്ഞാൽ 250 പ്ലസ് 125 എന്ന് പറയുമ്പോൾ 375. ഓക്കെ, അപ്പോൾ ഇത് ഡിവിസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് എൻറ്റയർ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ വാട്ട്? 125. ക്ലിയർ ആണ്? അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. എന്താണ്? പവർ എത്രയാണോ അതനുസരിച്ചായിരിക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം എന്തായാലും. ഇവിടെ ഇത് ഓക്കെ, ശരി. ഇതിൻ്റെ ഡെഫിനേഷൻ ഞാൻ എഴുതി തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ അഗൈൻ അങ്ങനെയാണ്. എന്താണ്? ഒന്നീ 125 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് 3 digits എന്തായിരിക്കണം? 3 zeros ആയിരിക്കണം. അത് ഞാൻ ഇപ്പോൾ എന്തായാലും എഴുതാം. ഓക്കെ, ഡെഫിനേഷനിൽ എഴുതാം. ഇതെന്താണ്? 5⁻3 = 125. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 3ൻ്റെ പവറാണ് ഇവിടെ നോക്കണം. ക്ലിയർ ആണല്ലോ? അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോട്ട്സിന് വേണ്ടിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എഴുതിക്കോ, ഞാനത് എഴുതി തരാം നിങ്ങൾക്ക്. ഓക്കെ, if last 3 digits of a given number is divisible by 125 or it is 000 അല്ലേ, then the entire number is divisible by എത്രയാണ്? 125. ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് 3 digits ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം എന്താണ് 125 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന്. 000 ആണ്, 3 0 വരാണെങ്കിൽ അത് 125 കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ 125 ഉണ്ട് 250, പിന്നെ വരുന്നത് 375, പിന്നെ വരുന്നത് 500. ഓക്കെ, അതിനുശേഷം വരുന്നത് ഇവിടെ എഴുതാം 625, പിന്നെ വരുന്നത് 750, 875, ലാസ്റ്റ്ലി 1000. അത് 3 zeros, 3 0. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിജിറ്റ്സ്, ഇത്രയും നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1 2 3 4 5 6 7 8 നമ്പേഴ്സ് വരെയാണെങ്കിൽ ലാസ്റ്റ് 3ൽ ഈ കോമ്പിനേഷൻ ആണ് എന്താണ് പറയുന്നത് നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 125. ഇത് കാണാപ്പടം പഠിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ, അല്ലാതെ അത് കാണാപ്പടം പഠിക്കാനല്ല തന്നിട്ടുള്ളത്. അത് ഒബ്സർവേഷൻ ആണത്. ഓക്കെ, ഒബ്സർവേഷൻ വെച്ച് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്താണ് 625ൻ്റെയും കാര്യം നമ്മൾ ഡീൽ ചെയ്യണത്. ആ സ്ലൈഡ് നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ശരി. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അടുത്ത് ഡിവിസിബിലിറ്റി ബൈ 5. ഓക്കെ, എവിടെ പോയി? ഓർഡർ മാറിയാ? ഒരു സെക്കൻഡ്, എന്തോ പ്രശ്നം വന്നല്ലോ സ്ലൈഡ്സിൽ. ഓക്കെ 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 ഒരു സ്ലൈഡ് പറത്തിക്കളഞ്ഞതിൽ തെറ്റിപ്പോയി എന്നൊരു സംശയം. എന്തോ പറ്റി, മിസ്റ്റേക്ക് വന്നു. There is a horrible mistake that happened. ഫൈവ് 125 പിന്നെ 5 ഇവിടെ അങ്ങനെ വന്നത്.
ഇത് ഫസ്റ്റ് സ്ലൈഡ് അല്ലായിരുന്നു. സോറി ഒരു ചെറിയതാണ്. നിങ്ങൾ നോട്ട്സ് തരാനുള്ളതുകൊണ്ട് അത് നോക്കാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്ക് പിന്നെ സാധനം ഒന്നും കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടൊന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ഫോർവേഡ് അടിച്ച് നിങ്ങൾ നോക്കിയാൽ മതി അടുത്ത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ആകുമ്പോൾ. ഓക്കെ, ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം പ്ലീസ്. ഇതിങ്ങനെ ഇങ്ങോട്ടൊന്ന് സ്ലൈഡ് മുകളിൽ വരേണ്ടത് താഴോട്ട് വന്ന്. എന്താ പ്രശ്നമുണ്ടോ? നേരെ 25 സ്റ്റാർട്ടായി. അടിപൊളി. ഓക്കെ, ഞാൻ അതിനെ പിന്നീട് ശരിയാക്കാം. ഇപ്പോൾ ശരിയാവണ ലക്ഷണം കാണില്ല. ഓക്കെ, 5 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി. അടുത്ത് 3ൻ്റെ ഉള്ള ഡിവിസിബിലിറ്റി നോക്കാം നമുക്ക്. 3 9 ഡിവിസിബിലിറ്റി വളരെ എളുപ്പമാണ്. ഓക്കെ, ഡിവിസിബിലിറ്റി ബൈ 3 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഞാൻ പറയാണ്, ഇവിടെ എന്താ 3ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്താണ്? ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ ഗിവൺ നമ്പർ, ഒരു തന്നിരിക്കുന്ന നമ്പർ, ദാറ്റ് ഈസ് ഇവിടെ നമ്പർ പഠിച്ചോ 9 3 6 1 8, ഈ നമ്പേഴ്സിന്റെ സം ആഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ എൻറ്റയർ നമ്പർ എന്താണ്? 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. എന്ന് വെച്ചാൽ 9 + 3 എത്രയാണ്? 12. 12 + 6 എത്രയാണ്? 18. 18 + 1 എത്രയാണ്? 19. 19 + 8 എത്രയാണ്? 27. മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം, എനിക്കൊരു കുഴപ്പമില്ല. 9 + 3 + 6 + 1 + 8 = എത്രയാണ്? 27. അങ്ങനെ വരികയാണെങ്കിൽ ഈ നമ്പർ നമുക്ക് കിട്ടുന്ന നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ എൻറ്റയർ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. ഇപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ ചെയ്യണക്കാട്ടി നേരെ ഡിവൈഡ് ചെയ്താൽ പോരെ എന്ന്. ശരിയാണ്, തെറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനുള്ള എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മൾ എന്താണ് റൂൾ ബേസ്ഡ് ചെയ്യണത്. ആസ് പെർ റൂൾ എന്നിട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് ലോജിക്കലി സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാം. എല്ലാ ഡിജിറ്റ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. എല്ലാ ഡിജിറ്റ്സും 3 കൊണ്ട് കട്ടായി പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻറ്റയർ ഡിജിറ്റ് എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. ഇപ്പം നോക്ക്, 9 3ൻ്റെ ടേബിളിൽ വരുന്നതാണ്, കട്ട് ചെയ്ത് കളഞ്ഞോ. 3 3ൻ്റെ ടേബിളിൽ വരുന്നതാണ്, കട്ട് ചെയ്ത് കളഞ്ഞോ. 6 3ൻ്റെ ടേബിളിൽ വരുന്നതാണ്, കട്ട് ചെയ്ത് കളഞ്ഞോ. 1 വരില്ല, പക്ഷേ 1 + 8 എത്രയാണ്? 9. 9 വരുമോ? 9ഉം വരും. അപ്പോൾ ഈ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. തന്നെ വെട്ടിക്കളയാൻ എളുപ്പമാണല്ലോ? എളുപ്പമാണ് ഒബ്വിയസ്ലി. ഇനി അടുത്തൊരു സംഖ്യ തരാം നിങ്ങൾക്ക്. 3 6 1 2 4 7 9. ഈ ഒരു സംഖ്യ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് നോക്കണം. 3 ആണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഡിജിറ്റ്സും 3 കൊണ്ട് കട്ടായി പോകണം. 3 കൊണ്ട് കട്ടായി പോകണം, എല്ലാത്തിനെയും കട്ട് ചെയ്തോളാം. ഇത് കട്ടാവും, ഇത് കട്ടാവും, ഇത് കട്ടാവും, കളഞ്ഞ്. ഇനി 1 + 2 എത്രയാണ്? 3. 4 + 7 എത്രയാണ്? 11. 11 കട്ടാവുമോ? ഇല്ല, കട്ടാവില്ല. അപ്പോൾ ഇതെന്താണ്? നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. മനസ്സിലായോ? ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. വേണമെങ്കിൽ 1-2 എക്സാമ്പിൾസും കൂടെ നമുക്ക് കുറച്ചുകൂടെ നോക്കാം. ഓക്കെ ഓക്കെ ശരി. സപ്പോസ് ഞാൻ വേറൊരു നമ്പർ എടുക്കുകയാണ്. 36 43 2. ഈ ഒരു സംഖ്യ എടുക്കുകയാണ്. ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ 3 കൊണ്ട് കട്ടായി പോണ സംഖ്യകൾ എടുക്കുക, കട്ട് ചെയ്ത് കളയുക. എന്താണ്? 3 കൊണ്ട് ഇത് കട്ടാവും, ഇത് കട്ടാവും. പറ, നിങ്ങളും കൂടെ പറ, ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാ. ഇതും കട്ടാവും. ഇനി 4 + 2 എന്താണ്? 6. 6 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇതും കട്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതിക്കോ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് അല്ല. ഇത്ര നേരം ഉള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എന്താണ് ചില്ലറ കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ പുലികളല്ലേ. ഇനി നിങ്ങൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ പുലികളാവും. ഓക്കെ, അങ്ങനെ ആക്കിയേ വിടുകയുള്ളൂ. ഓക്കെ ശരി, എഴുതിക്കോ. ഇഫ് ദ സം ഓഫ് digits of a given number is divisible by what? Is divisible by 3.
then the entire number is divisible by 3. ക്ലിയർ ആണ്? ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താണ്? ഇഫ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 then the entire number is divisible by 3. ഓക്കെ, ഒരു തന്നിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റിന്റെ സം എല്ലാ ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ദ എൻറ്റയർ നമ്പർ, മൊത്തം നമ്പർ എന്താണ്? 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ശരി, അടുത്തതിലോട്ട് പോവാം. 9ന്റെ കാര്യം പറയാം. 9ന്റെ കാര്യം വളരെ വ്യത്യാസമൊന്നുമല്ല, സെയിം സാധനം തന്നെയാണ്. വെറും എന്താണ്? ഇവിടെ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്നു, അവിടെ 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണെന്ന് മനസ്സിലായില്ലേ? ഇഫ് ദ എൻറ്റയർ എന്താണ്? ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ എൻറ്റയർ നമ്പർ, sum of the digit of an entire number is divisible by 9, then the entire number is divisible by 9. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇവിടെ പോയി ഓക്കെ ചെയ്താണ്. 3 പോട്ടെ, 9 വരട്ടെ. ഓക്കെ, ഇനി ഇവിടെ ഡിവിസിബിലിറ്റി ബൈ 9 ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ഒരു നമ്പർ എടുക്കാം. 9 2 7 81 30 അല്ല 3 6 9 ഇങ്ങനെ ഒരു സംഭവം തന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യണം. ഈ ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ആസ് പെർ റൂള് 9 + 2 + 7 + 8 + 1 + 3 + 6 + 9 ഇതാണ് റൂള്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 9 + 2 11 11 + 7 18 18 + 8 27 28 പിന്നെ 3 ആഡ് ചെയ്യുമ്പോൾ 31 37 37 + 9 എത്രയാണ്? 37 + 9 എത്ര? 46 അല്ല 37 അല്ലേ? 46 നമ്പർ എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 10 വരും. അപ്പോൾ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? 10 അല്ല. അതുകൊണ്ട് ദ എൻറ്റയർ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ എത്രയാണ് 9 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ആഡ് ചെയ്തതിൽ? 9 + 2 11 11 + 7 18 18 + 8 26 ആണ്. സോറി 26 + 1 27 27 + 3 30 36 36 + 9 45. ഓക്കെ, സോറി തെറ്റിപ്പോയി. 45 ആണ്. 45 എന്നുള്ള സംഖ്യ എന്താണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ്. എന്താണ്? 9 5s are 45. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറും എന്താണ്? ഡിവിസിബിൾ ബൈ 9 ആണ്. ഇനി ഇത് ട്രഡീഷണൽ വേ. ഇനി നമ്മളെ വേ. ഓക്കെ, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ എൻ്റെ രീതിയിൽ ചെയ്യണം അല്ലേ? നമ്മളൊരു സ്പെഷ്യൽ വേ ഉണ്ടാവും. നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ വേ. എന്താണ്? ദ ഹൈവേ ആണോ? അല്ല, ദ ഷോർട്ട് വേ അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ്? 9 കട്ടാവും, ഈ 27 കട്ടാവും. അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 2 + 7 എന്ന് പറഞ്ഞാൽ 9 ആണ്. അത് ഡിജിറ്റ് സം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് സിംപ്ലിഫിക്കേഷൻ ആകുമ്പോൾ പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ളത്. പക്ഷേ 2 7 ആയാലും 9 ആണ്, 27 ആയാലും 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ 8 + 1 ചെയ്യാം, 9 ആക്കാം. അല്ലെങ്കിൽ 81 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് അറിയാം. 36 അല്ലെങ്കിൽ 3 + 6 എന്ന് പറഞ്ഞാൽ 9, അതും ഡിവിസിബിൾ ആണ്. പിന്നെ 9 ഡിവിസിബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും പറഞ്ഞുതരാം വേണമെങ്കിൽ. 9 27 8 1 3 6 9. ഓക്കെ, ഇങ്ങനെ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഇത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്, കട്ട് ചെയ്ത് കളഞ്ഞോ. വേറെ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഇതും കട്ട് ചെയ്ത് കളഞ്ഞോ. 2 + 7 എത്രയാണ്? ഈ രണ്ട് സംഖ്യയും 2 + 7 എന്ന് പറഞ്ഞാൽ 9, അതുകൊണ്ട് ഡിവിസിബിൾ ആണ്. 9 ഉണ്ട്. 8 + 1 9, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. 36 3 + 6 എത്രയാണ്? 9, അതുകൊണ്ട് അതും കളയാം. അപ്പോൾ ഇത് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9. പെട്ടെന്ന് 9ന്റെ ഡിവിസിബിലിറ്റി ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്നും എഴുതാമല്ലോ. സോ ദാറ്റ് നിങ്ങൾക്ക് അടുത്ത് ഇതിന് വേണ്ടി റെഫർ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, പാനര സൈസ് ഒന്ന് കുറയ്ക്കട്ടെ. ഈ പെൻസിൽ ഇട്ട് എഴുതി നോക്കാം. ഓക്കെ, ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ ഗിവൺ നമ്പർ is divisible by 9, then the entire number is divisible by 9. Okay, ഒരു ഗിവൺ നമ്പർ, ഈ ഒരു ഗിവൺ നമ്പറിൻ്റെ എല്ലാ ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുമ്പോൾ
കിട്ടുന്ന സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ എൻറ്റയർ നമ്പർ എന്താണ്, ഡിവിസിബിൾ ബൈ 9 ആണ്. അതിനുള്ള എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നമ്മൾ അടുത്ത് 11ന്റെ ഡിവിസിബിലിറ്റി ആണ് നോക്കണേ. ഓക്കെ, ഡിവിസിബിലിറ്റി ബൈ 11. ഓക്കെ, ശരി. അപ്പോൾ 11ന്റെ ഡിവിസിബിലിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, കുറച്ച് വ്യത്യാസമുണ്ട്. ഇത്ര നേരം പഠിച്ച കാര്യത്തിൻ്റെ ശകലം വ്യത്യാസമുണ്ട് 11ന്റെ ഡിവിസിബിലിറ്റി. നോക്കാം. ഞാൻ ഒരു സംഖ്യ തരാണ് നിങ്ങൾക്ക്, ഒരു സംഖ്യ തരാണ്. എന്താണ്? AB, സോറി ഇത് കൊള്ളൂല, നമുക്ക് പേന എടുക്കാം. ഓക്കെ, ശരി. ABCDEFGH എടുക്കാം. ഓക്കെ, H എന്നുള്ള സംഖ്യ എടുക്കുകയാണ്. ഇത്ര സംഖ്യ എടുക്കുകയാണെങ്കിൽ നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി നോക്കണമെങ്കിൽ ഒരു സിമ്പിൾ കാര്യമുണ്ട്. എന്താണ് സിമ്പിൾ കാര്യം? ആ സിമ്പിൾ കാര്യം മനസ്സിലാക്കാം നമുക്ക്. എന്താണ്? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുക്കണം. ഓക്കെ, ഇവിടെ ഇനി ഓൾട്ടർനേറ്റ് ഡിജിറ്റ് ഇല്ലല്ല, ഇത്രയല്ലേ ഉള്ളൂ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾട്ടർനേറ്റ് ഡിജിറ്റിന്റെ സമ്മിന്റെ ഡിഫറൻസ് A + C + E + G തന്നല്ല, ഇതായില്ലേ? A + C + E + G. ഇതിന്റെ ഡിഫറൻസ് എടുക്കണം. എന്തിനാണ്? അടുത്ത ഓൾട്ടർനേറ്റ് നമ്പർ, ദാറ്റ് ഈസ് 1 2 സോറി സ്കിപ്പ് ചെയ്തതാണ്. B D F H. ഓക്കെ, മൈനസ് എന്താണ്? B D ആഡ് ചെയ്യണം, പ്ലസ് F D എവിടെ പോയി? D പ്ലസ് F പ്ലസ് H. ഓക്കെ, ഇത് ചെയ്തിട്ട് നമ്മളെന്താണ്? സബ്സ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് അത് 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. 11 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മളെ ഗിവൺ നമ്പറും ഡിവിസിബിൾ ബൈ 11 ആണ്. ഓക്കെ, ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 11 ഓർ ഇറ്റ് ഈസ് 0. എന്നുവെച്ചാൽ ഈ സബ്സ്ട്രാക്ട് ചെയ്യണത് 0 ആവുകയാണെങ്കിലും അത് 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. മനസ്സിലായത് നിങ്ങൾക്ക്? രണ്ട് കേസസ് ഉണ്ട്. എന്താണ്? ഈ ഡിഫറൻസ് അത് 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. സപ്പോസ് ഇവിടെ 11 ആണ് ആൻസർ വരുന്നത്, അല്ലെങ്കിൽ 22 ആണ് ആൻസർ വരുന്നത്, അല്ലെങ്കിൽ 33 ആണ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? എൻറ്റയർ ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് നമുക്ക് കണക്കാക്കാം. ഇനി മറിച്ച് ഇത് രണ്ടിനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആണ് ആൻസർ വരണമെങ്കിൽ, 0 ആണ് ആൻസർ വരണമെങ്കിലും 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായത് നിങ്ങൾക്ക്? എന്താണ്? ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് 11 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് 0 വരെയാണെങ്കിലും ദ എൻറ്റയർ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി വേറൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഈ സംഖ്യ അതിൽ നിന്ന് ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ മൈനസിലല്ലേ ആൻസർ വരുള്ളൂ. അങ്ങനെ ചെയ്യേണ്ട. യാതൊരു സംഖ്യയാണോ വലുത് അത് ആദ്യം എടുക്കുക, ചെറിയ സംഖ്യ അപ്പുറത്തെ സൈഡിലോട്ട് ഇടുക. അത് നെഗറ്റീവ് എന്നുള്ള ആസ്പെക്ട് നമ്മൾ എടുക്കാൻ പോകണ്ട. അതുകൊണ്ട് കാരണം ഇതിൽ അതിന് പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്. ഇത് ഫോമാണ്. ഓക്കെ, ഫോമുല അല്ല, ഇത് ഫോമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതി തന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫോമുല ഒന്നുമില്ല, നിങ്ങളെ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, ഞാൻ ഇതിന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സിറ്റ് അണ്ടു. ഓക്കെ, ശരി. ഇവിടെ നമുക്ക് എന്താണ്? ഇതിനങ്ങ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇവിടെ. ഓക്കെ, എല്ലാം പോയി. ഗുഡ്, വെരി ഗുഡ്. ഇതിനെ കട്ട് ചെയ്യാം. ശരി. അപ്പോൾ ഇവിടെയുള്ള സംഗതി നമുക്ക് നോക്കാം. എന്താണ് സംഭവം? എന്താണ് ബേസിക്കലി 11. ഓക്കെ, ശരി. ഞാൻ നമ്പേഴ്സ് എന്തായാലും ഞാൻ നോക്കിയിട്ട് എടുക്കാം, കാരണം ഈ നമ്പേഴ്സ് നമ്മൾ റാൻഡംലി എടുത്താൽ ശരിയാവില്ല. ഓക്കെ, ഒരു നമ്പർ എടുക്കാം നമുക്ക്. 166452. ഇതൊരു സംഖ്യയാണ്. അടുത്ത് 5938. ഓക്കെ, ശരി. ഇങ്ങനെ രണ്ട് സംഖ്യ ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സം നോക്കുക. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സം നോക്കണം. ഓക്കെ,
ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സം എന്താണ് 1 + 6 എത്രയാണ് 7 7 + 5 എത്രയാണ് 7 + 5 എത്രയാണ് 12 12 മൈനസ് 6 + 4 4 + 2 എത്രയാണ് 6 + 4 10 10 + 2 എത്രയാണ് 12 അപ്പോൾ ഇവിടെ ബൈ 11 നോക്കേണ്ട കാര്യമില്ല കാരണം ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0 വരും സോ 0 ആണെങ്കിലും 11 ഉണ്ട് ഡിവിസിബിൾ ആണ് എന്നുള്ള അർത്ഥമാണ് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതും ചെയ്തു തരാം ഓക്കെ 1 6 6 4 5 2 ഓക്കെ ഡിവൈഡ് ബൈ 11 11 1 ടൈംസ് അത് ഇത്ര ഒരു തവണ പോകും അപ്പോൾ ഇവിടെ 5 വരും 56 56ൽ 5 പ്രാവശ്യം അപ്പോൾ 1 പോകും ഇവിടെ 14 14 എന്ന് പറയുമ്പോൾ അതിൽ 1 35 35 എന്ന് പറയുമ്പോൾ 3 തവണ അപ്പോൾ ഇവിടെ നിന്ന് 2 എന്ന് പറയുമ്പോൾ എത്രയാണ് 22 അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആണെന്ന് അർത്ഥം അടുത്ത് ഈ കേസിൽ നമ്മൾ പോകുമെന്ന് നോക്കാം ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ഓക്കെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 7 + 4 7 + 4 + 9 + 8 ഓക്കെ മൈനസ് എത്രയാണ് അടുത്ത ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് 9 + 5 + 3 ഓക്കെ ബൈ എത്രയാണ് 11 ഇനി ഇതിൽ ആഡ് ചെയ്തോ 7 + 4 എത്രയാണ് 11 11 + 9 എത്രയാണ് 20 28 മൈനസ് 9 + 5 എത്രയാണ് 14 14 + 3 എത്രയാണ് 17 ബൈ 11 അപ്പോൾ ഇതെന്താണ് ഈക്വൽ ടു 11/11 എന്ന് വരും സോ ഇത് കട്ടായി പോകും സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11 അപ്പോൾ അതാണ് ബേസിക് അവിടുത്തെ കാര്യം അതുകൊണ്ട് എപ്പോഴും അത് ഓർമ്മിച്ച് വെക്കുക 11ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ വയ്ക്കുക ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് നോക്കിയിട്ട് അത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ ആ ഡിഫറൻസ് എന്താണ് 0 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11 എന്നാണ് അർത്ഥം നിങ്ങൾ അതിൻ്റെ ഡെഫിനേഷൻ വേണമെങ്കിൽ എഴുതിക്കോ ഞാൻ ഡെഫിനേഷൻ എഴുതാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ എന്താണ് ഡെഫിനേഷൻ എഴുതിക്കോ ഇഫ് ദ ഡിഫറൻസ് ഒരുണ്ട് if the difference of the sum of alternate digits of a number is divisible by 11 or it is 0 then the entire number is divisible by 11 ഓക്കെ ഇത് നമ്മളെന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഓർമ്മ ഇരിക്കാൻ വേണ്ടി എഴുതിക്കണമെന്നേ ഉള്ളൂ ഡെഫിനേഷൻ ഒന്നും പറയുന്നില്ല ഞാൻ ഓക്കെ ആ സംഭവം എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കണമെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം അടിപൊളിയായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും വീഡിയോ ഒന്ന് നോക്കിയാൽ ആദ്യം ഒരിക്കൽ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ശരി അടുത്തത് നോക്കാം ഇനി നമ്മൾ ഡിവിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആവശ്യമില്ലാത്തത് പഠിപ്പിച്ചിട്ടില്ല ഇതിൽ ഓക്കെ എന്നാൽ നമുക്ക് 7ന്റെ ഡിവിസിബിലിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് 7ന്റെ ഡിവിസിബിലിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിനെക്കാട്ടി നേരെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് 7 13 അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പം തൊടുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ HCFൻ്റെ ഈ ചാപ്റ്ററിന് വേണ്ടി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ അടുത്ത് മുന്നോട്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ആക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കാരണം അത് സമയം തയ്യുമെന്ന് തോന്നുന്നില്ല ഒരുപാട് ടൈം ഓൾറെഡി ആയി കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറിൻ്റെ ഒന്നും വീഡിയോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഫുൾ ലെങ്ത് വീഡിയോ ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം നിലവിൽ ഞാൻ ഇതിൻ്റെ അത്രയും വലിയ വീഡിയോ ഉണ്ടാക്കണില്ല അപ്പോൾ ഒരു സെക്കൻഡ് ഇവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കാം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ നോക്കണം ഓക്കെ മുകളിലോട്ട് പോവാം നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് അറിയാലോ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക ഓക്കെ അപ്പോൾ ഫാക്ടറിൽ നമ്മൾ HCF കണ്ടെത്തുന്നത് 3 മെത്തേഡിലാണ്
ഓക്കെ, അതിന് വേണ്ടിയാണ് ഇവിടെ എഴുതിക്കുന്നത്. എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒരു മെത്തേഡാണ്, അടുത്ത മെത്തേഡ് ഡിഫറൻസ് മെത്തേഡാണ്, ഇത് ലോങ് ഡിവിഷൻ മെത്തേഡ്. ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡും ഡിഫറൻസ് മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് എളുപ്പം തോന്നും, പക്ഷെ അത് എളുപ്പമല്ല. കാരണം വലിയ സംഖ്യ വരുമ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്താൽ നിങ്ങളെ സമയം മൊത്തം പോകും. ഡിഫറൻസ് മെത്തേഡാണ് എളുപ്പത്തിന് സൊല്യൂഷൻ തരുന്നത്. പിന്നെ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ നോർമലി HCF കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യരുത്. ലോങ് ഡിവിഷൻ മെത്തേഡ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ലോങ് ഡിവിഷൻ മെത്തേഡ് ഞാൻ പഠിപ്പിക്കുന്നത് സ്പെസിഫിക്കലി. ഓക്കെ, അതുകൊണ്ട് ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഡിഫറൻസ് മെത്തേഡ്, ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചാണ് നമ്മൾ എന്താണ് HCF കണ്ടെത്താൻ പറ്റുന്നത്. ഇതാണ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് HCF യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഡിഫറൻസ് മെത്തേഡ് ഓർ ലോങ് ഡിവിഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി, നമ്മൾ ക്യാമറ ചാർജ് തന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ വീഡിയോ നമ്മൾ ക്ലാസ് ഇപ്പം എൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി നമ്മൾ ഈ 3 മെത്തേഡ് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്താണ് അടുത്ത വീഡിയോയിൽ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഡേയിൽ വരുന്ന വീഡിയോയിൽ അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് വരെ അത് വെച്ച് ചെയ്തു തുടങ്ങാം. ഓക്കെ, ഇപ്പം നമ്മൾ ഡിവിസിബിലിറ്റി HCFന് വേണ്ടിയുള്ളത് പഠിച്ചു കഴിഞ്ഞ് ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.